നമ്മളെ തെറ്റിദ്ധാരണയാണ്. പലരും വിചാരിക്കും ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധമില്ലാതെ കിടക്കുവാണ്, നമുക്കൊന്നും അറിയത്തില്ല, മരിച്ചുപോയ സ്റ്റേറ്റ് ആണ്, ഒന്നും അറിയാത്ത ഒരു മൈൻഡാണ്, അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസ് വേറെ, അതിനെപ്പറ്റി ആരും പറയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് എല്ലാം അറിയാൻ പറ്റും, എല്ലാം കേൾക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റ ലെവലിലായിരിക്കും നിൽക്കുന്നത്. എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ബീറ്റയിൽ നിന്ന് നേരെ ആൽഫ സ്റ്റേജിലോട്ട് പോകും. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ നമ്മൾ ഒരുപാട് ടൈം നമ്മൾ ഇതിനൊക്കെ പോകുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കും, നമ്മൾ രാവിലെ ചിന്തിക്കും ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്, ഇല്ലേ? ഉറങ്ങിയ സമയം എപ്പോഴാണ് നമുക്കറിയോ? ഇല്ല, എപ്പോഴോ ഉറങ്ങി. ആ ഉറങ്ങുന്ന ആ ഒരു സ്റ്റേറ്റ് ഏറ്റവും റിലാക്സിങ് ബോഡി പോകുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലായിരിക്കും, ഈ ഒരു ട്രാൻസ് സ്റ്റേറ്റിലൂടെ പോവുക. അത് കഴിഞ്ഞ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എങ്ങീക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എങ്ങീച്ചത്, പെട്ടെന്ന് എങ്ങനെ എങ്ങീച്ചല്ലേ, എങ്ങീച്ച് നമ്മൾ എങ്ങീറ്റ് എങ്ങനെ ആ സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് അറിയത്തില്ല. നമ്മൾ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു സെയിം സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്. രാവിലെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും നമ്മളല്ലേ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത്. ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് തന്നെ നമ്മൾ ആ ഹിപ്നോസിസ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്.